നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്വപ്നത്തിൽ മുഴുകി അത് സത്യമാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണരുമ്പോ പോലും അതിന്റെ ഒരു അംശം നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലേ? പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതം തന്നെ ഒരു വലിയ സ്വപ്നമാണെങ്കിലോ? അതെ, നമ്മൾ യാഥാർത്ഥ്യമെന്ന് കരുതുന്ന ഈ ലോകം, ഈ ബന്ധങ്ങൾ, ഈ വികാരങ്ങൾ, ഇതെല്ലാം വെറുമൊരു സ്വപ്നം മാത്രമാണെങ്കിലോ? ഈ ഉറവിടം നമ്മളെ കൊണ്ടുപോകുന്നത് അത്തരമൊരു ഞെട്ടിക്കുന്ന ചിന്തയിലേക്കാണ്. അപ്പോ ഈയൊരാശയം അത്ര പുതിയതൊന്നും അല്ലാട്ടോ. ഇമാം അലി പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ ഉറക്കത്തിലാണ്, മരിക്കുമ്പോൾ അവർ ഉണരും എന്ന്. അതായത്, ഈ ജീവിതത്തെ അദ്ദേഹം താരതമ്യം ചെയ്തത് ഒരു ഉറങ്ങുന്ന ആളുടെ സ്വപ്നത്തോടാണ്. അപ്പോ ഈയൊരു മായ അല്ലെങ്കിൽ ഈയൊരു സ്വപ്നം നമ്മുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ അനുഭവങ്ങളെ, പ്രത്യേകിച്ചും സ്നേഹത്തെ, എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളൊക്കെ ആരാണെന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും നമ്മുടെ കുടുംബമാണ്, അല്ലേ? നമ്മളെ വയറ്റിൽ ചുമന്ന അമ്മ, നമ്മൾ ആരാധനയോടെ നോക്കിക്കാണുന്ന അച്ഛൻ, നമ്മൾ ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കൾ. ശരിക്കും ഇവരെ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പക്ഷേ ഇവിടെയാണ് ഈ ഉറവിടം ഒരു ഞെട്ടിക്കുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഈ കുടുംബം ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ. ഈ ലോകത്താണെങ്കിൽ യഥാർത്ഥ സ്നേഹം എന്നൊന്ന് നിലനിൽക്കുന്നുമില്ല. അപ്പോ എന്താണ് ഈ പറയുന്ന യഥാർത്ഥ സ്നേഹം? അത് ശരീരത്തിൽ നിന്ന് വരുന്ന ഒന്നല്ല, മറിച്ച് ആത്മാവിൽ നിന്നുണ്ടാകുന്ന ഒരു നിസ്വാർത്ഥമായ ബന്ധമാണ്. ക്ഷമയും ദയയും ഒക്കെയുള്ള, സ്വാർത്ഥത ഒട്ടുമില്ലാത്ത ഒന്ന്. അത് വരുന്നത് നമ്മൾ കാണുന്ന ഈ ലോകത്തു നിന്നല്ല, വളരെ ഉയർന്ന ഒരു ശാശ്വതമായ ലോകത്തു നിന്നാണ്. ഇത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ ഉറവിടത്തിൽ പറയുന്ന രണ്ട് ലോകങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം. ഒന്ന്, ഈ ഭൗതിക ലോകം. രണ്ട്, പ്രകാശത്തിന്റെ ലോകം. നമ്മളിപ്പോ ജീവിക്കുന്ന ഈ ലോകമില്ലേ, അതൊരു തടവറ പോലെയാണ്. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്, ഒരുപാട് കുറവുകളുണ്ട്, പിന്നെ വഞ്ചനയും. നേരെ മറിച്ച് പരലോകം ഒരു പറുദീസ പോലെയാണ്, അനന്തമാണ്, പൂർണ്ണമാണ്. അവിടെ സത്യം മാത്രമേയുള്ളൂ. ഈ വ്യത്യാസം എത്ര വലുതാണെന്ന് പ്രവാചകൻ മുഹമ്മദ് നബി ഒരു മനോഹരമായ ഉപമയിലൂടെ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു വലിയ സമുദ്രത്തിൽ നിങ്ങളുടെ വിരൽ മുക്കുന്നു. എന്നിട്ട് ആ വിരൽ പുറത്തെടുക്കുമ്പോൾ അതിൽ പട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു തുള്ളി വെള്ളമില്ലേ, അതാണ് ഈ ലോകത്തിലെ ജീവിതം. ആ ബാക്കിയുള്ള മഹാസമുദ്രമാണ് പരലോകം. അത്രയ്ക്കുണ്ട് വ്യത്യാസം. ഈ ലോകം പിശാചിന്റെ സൃഷ്ടിയാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടുതന്നെ ഒരു വിശ്വാസിക്ക് ഇതൊരു തടവറയായിട്ടേ അനുഭവപ്പെടൂ. നമ്മുടെ ഈ ശരീരം തന്നെ നോക്കൂ, രോഗങ്ങൾ, വേദനകൾ, അവസാനം മരണമുണ്ടെന്ന ഓർമ്മപ്പെടുത്തൽ, ഇതെല്ലാം ഈ ലോകത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള എന്തിനോടുമുള്ള അടുപ്പം അവസാനം ദുഃഖത്തിൽ മാത്രം കൊണ്ടുചെന്നെത്തിക്കുന്നത്. അപ്പൊ പിന്നെ ഇതിനെന്താ ഒരു പരിഹാരം? അവിടെയാണ് ആത്മാവിന്റെ വലിയൊരു യാത്രയെക്കുറിച്ച് ഈ ഉറവിടം സംസാരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തു നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ നമ്മൾ ആദ്യം മറികടക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഒരു മൃഗീയ സ്വഭാവത്തെയാണ്. കാരണം ശരീരം എപ്പോഴും മരണത്തെ പേടിക്കും. സ്വന്തം നിലനിൽപ്പിനായിരിക്കും എപ്പോഴും മുൻഗണന കൊടുക്കുക. ചിലപ്പോൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ ബലി കൊടുക്കാൻ പോലും അത് മടിക്കില്ല. നമ്മളിൽ കാണുന്ന അസൂയ, ദേഷ്യം, വാശി, ഇതിന്റെ എല്ലാം ഉറവിടം ഈ ശരീരമാണ്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള ജഡമോഹം, കണ്ണിന്റെ മോഹം, പ്രതാപം, ഇതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല, ഈ ലോകത്തിൽ നിന്നു തന്നെയുള്ളതാണ്. അപ്പോ ഈ ലോകത്തിന്റെ മോഹങ്ങളെ ഉപേക്ഷിക്കുക എന്നതാണ് ആത്മീയ മോചനത്തിന്റെ ആദ്യപടി. അതുകൊണ്ടുതന്നെ ഒരു യഥാർത്ഥ വിശ്വാസി എപ്പോഴും ആഗ്രഹിക്കുന്നത് തന്റെ ആത്മാവിനെ ഈ ശരീരമെന്ന തടവരയിൽ നിന്ന് മോചിപ്പിക്കാനും ആ പ്രകാശത്തിന്റെ ലോകത്തേക്ക് തിരികെ പോകാനുമാണ്. അതാണ് ആത്മാവിന്റെ യാത്രയുടെ അവസാന ലക്ഷ്യം. പക്ഷേ ഈ യാത്ര അങ്ങനെയങ്ങ് എളുപ്പമല്ല. കാരണം നമ്മളറിയാതെ നമുക്കു ചുറ്റും ഒരു വലിയ യുദ്ധം നടക്കുന്നുണ്ട്. ഭൂമിയിലെ ജീവിതത്തെ നിർവചിക്കുന്നത് ആ മറഞ്ഞിരിക്കുന്ന യുദ്ധമാണ്. ആ യുദ്ധം തുടങ്ങിയത് ഇങ്ങനെയാണ്. ഒന്നാമത്, ആദമും ഹവ്വയും സാത്താനും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. രണ്ടാമതായി, അവരെല്ലാം മനുഷ്യശരീരമെടുത്ത് ഭൂമിയിലേക്ക് അയച്ചു. അതോടെ മൂന്നാമത്തെ ഘട്ടം തുടങ്ങി. ആദമിന്റെ മക്കളും സാത്താന്റെ മക്കളും തമ്മിൽ ഒരു യുദ്ധം. പക്ഷെ പ്രശ്നെന്താന്ന് വെച്ചാ ആരെയും കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ സുഹൃത്തും ശത്രുവും ഒരേപോലത്തെ വേഷം ധരിച്ചാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ആരെ വിശ്വസിക്കും? ഇതാണ് ഭൂമിയിലെ ഈ യുദ്ധം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്നാൽ
ഈയൊരു ആശയക്കുഴപ്പങ്ങൾക്കിടയിലും നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ്, നമ്മുടെ യഥാർത്ഥ ബന്ധങ്ങൾ ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. അതാണ് സോൾ ഫാമിലി അഥവാ നമ്മുടെ ആത്മബന്ധുക്കൾ എന്ന ആശയം. ഇത് രക്തബന്ധമല്ല, ഭൗതികമായ ജനനത്തിലൂടെയല്ല, മറിച്ച് ആത്മാക്കൾ തമ്മിലുള്ള ഒരു ബന്ധത്തിലൂടെ ഒന്നായിത്തീർന്ന നിങ്ങളുടെ യഥാർത്ഥ എന്നെന്നും നിലനിൽക്കുന്ന കുടുംബം. അവർ അടുത്ത ലോകത്ത് നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അപ്പോ ഈ അറിവൊക്കെ നമുക്ക് എങ്ങനെ കിട്ടും? അവിടെയാണ് പ്രവചിക്കപ്പെട്ട ഒരു ഉയർത്തെഴുന്നേൽക്കുന്നവന്റെ വരവിനെക്കുറിച്ച് പറയുന്നത്. ഈ വ്യക്തി പുതിയ അറിവുമായി വരും. ആത്മാവിന്റെ രഹസ്യങ്ങളും ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ആത്മബന്ധുക്കൾ എന്നുമൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ വ്യത്യാസം വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ ഭൗതിക കുടുംബം താൽക്കാലികമാണ്, അത് ശരീരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്, ഒരു പരീക്ഷണം പോലെയാണ്. എന്നാൽ നമ്മുടെ ആത്മബന്ധുക്കൾ എന്നെന്നും നിലനിൽക്കുന്നവരാണ്, ആത്മാവിനെ അടിസ്ഥാനമാക്കിയുള്ളവരാണ്. അതൊരു വലിയ സമ്മാനമാണ്. അവസാനമായി ഇമാം അഹമ്മദ് അൽ ഹസന്റെ ഈ വാക്കുകൾ എല്ലാറ്റിനെയും ഒരുമിപ്പിക്കുന്നു. സ്നേഹമില്ലായിരുന്നെങ്കിൽ ജീവിതം ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അപ്പോ എല്ലാറ്റിന്റെയും അടിസ്ഥാനം ആ യഥാർത്ഥ സ്നേഹമാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രമേ വരൂ. അപ്പോ നമ്മളെ നിർവചിക്കുന്നത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ ആത്മാവാണെങ്കിൽ ആരാണ് നിങ്ങൾ ശരിക്കും? ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുതരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ.